എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നിസാമുദ്ദീൻ, തിരുവനന്തപുരം നവജീവൻ പ്രകൃതി ചികിത്സാലയത്തിലെ ചീഫ് കൺസൾട്ടൻ്റാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് കുട്ടികൾക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാമോ എന്നതിനെക്കുറിച്ചിട്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, ചിക്കൻ തന്നെ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതായത് ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്നത് വളർച്ച എത്തുന്നതിന് മുമ്പ് വളരുന്ന ചിക്കനാണ് ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് വളരേണ്ട കോഴിയെ 36 ദിവസം കൊണ്ട് വളരെ പെട്ടെന്ന് പല മരുന്നുകളും പല സംവിധാനത്തിലൂടെയും വളർത്തിയെടുക്കുന്ന രീതിയാണ് ബ്രോയിലർ ചിക്കനിൽ കാണുന്നത്. ഇത് നമുക്കറിയാം, ക്യാൻസർ എന്ന് പറയുന്നത് 3 സാഹചര്യമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് കോശവിഭജനം സാധ്യമാകുക, അത് ക്യാൻസറിന് കാരണമാണ്. രണ്ടാമത് എന്ന് പറയുന്നത് കാലാവധി എത്തുന്നതിന് മുമ്പ് കോശങ്ങൾക്ക് പ്രായമാവുക, ഇതും ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. മൂന്നാമത് എന്ന് പറയുന്നത് മാരകമായ രാസവസ്തുക്കൾ ശരീരത്തിൽ നിക്ഷേപിക്കപ്പെടുക, ഇതും ക്യാൻസറിന് കാരണമാകുന്നു. ഈ 3 കാരണങ്ങളും ബ്രോയിലർ ചിക്കനിൽ കണ്ടുവരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ബ്രോയിലർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ബ്രോയിലർ കോഴിയെ പോലെ തന്നെ മറ്റൊരു രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കോഴിയാണ് ശരിക്കും ബ്രോസ്റ്റഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. കുട്ടികളിൽ എന്ന് പറയുന്നത് വളർച്ചയുടെ കാലഘട്ടത്തിലാണ് ബ്രോസ്റ്റഡ് ചിക്കൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് കുട്ടികളുടെ ആരോഗ്യത്തിന് ഗണ്യമായ അളവിൽ കുറവ് സംഭവിക്കുകയും മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥിരമായി ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കുന്ന ആളുകൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ക്യാൻസറിന് കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അമിതവണ്ണം ഉണ്ടാകുന്നുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹോർമോൺ ഇംബാലൻസിങ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ബ്രോസ്റ്റഡ് ചിക്കന് ഒരു പ്രധാന കാരണമാണ് എന്ന് നാം മനസ്സിലാക്കണം. അടുത്തത്, ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും എണ്ണ പഴകിയ എണ്ണയാണ് വീണ്ടും വീണ്ടും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളും ക്യാൻസറിന് തന്നെ കാരണമാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രോയിലർ ചിക്കൻ തന്നെ കാര്യമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ബ്രോസ്റ്റഡ് ചിക്കനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ബുദ്ധി വളർച്ച കുറയുക, പഠന വൈകല്യങ്ങൾ ഉണ്ടാകുക, അതോടൊപ്പം തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക, മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇതെല്ലാം ബ്രോയിലർ ചിക്കൻ അമിതമായി ഉപയോഗിക്കുന്ന ആളുകളിലും അതോടൊപ്പം തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ അമിതമായി ഉപയോഗിക്കുന്ന ആളുകളിലും കണ്ടുവരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുട്ടികളെ നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് എപ്പോഴും ചിരി കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ബ്രോസ്റ്റഡ് ചിക്കനും ബ്രോയിലർ ചിക്കനും ഒക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ ചിരി കാണാനാണ്. പക്ഷേ കുട്ടികളെ സ്നേഹിക്കുന്ന ആളുകൾ അവരുടെ ആരോഗ്യം വർദ്ധിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ ആയുസ് വർദ്ധിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ കാലശേഷവും ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഒരു കാരണവശാലും ബ്രോയിലർ ചിക്കനും അതോടൊപ്പം തന്നെ ബ്രോസ്റ്റഡ് ചിക്കനും സ്ഥിരമായി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നതാണ്. വല്ലപ്പോഴും സന്തോഷത്തിനൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് പോലെയല്ല, സ്ഥിരം അതൊരു ശീലമാക്കുന്നത് ഭാവിയിലുള്ള കരച്ചിലിന് കാരണമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ അത്തരം പ്രവർത്തികളിൽ നിന്ന് പിന്തിരിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.